സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒരു പ്രാവശ്യം കൂടെ തിരിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും നമുക്കൊരു വേദഭാഗം വായിക്കാം. 46-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. 4-ാം വാക്യം. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ ഈ പ്രഭാത വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് വായിച്ചു കേട്ടതായ വേദഭാഗം വളരെ സുപരിചിതമായ ഒരു വചനമാണ്. പലപ്പോഴും നമ്മൾ വായിച്ച് സന്തോഷിക്കുന്ന ഒരു വചനമാണ്. കോരഹപുത്രന്മാർ രചിച്ചതായ ഒരു സങ്കീർത്തനമാണ് 46-ാം സങ്കീർത്തനം. നോക്കൂ, കോരഹപുത്രന്മാർ ദൈവത്തിന്റെ സാന്നിധ്യത്തെയും ദൈവം നമുക്ക് തരുന്നതായ സ്നേഹത്തിന്റെ വലിപ്പത്തെയും എടുത്തു കാണിക്കുവാൻ 2 കാര്യങ്ങളെ ആ കവികൾ നമ്മുടെ മുൻപിൽ എടുത്തു കാണിച്ചു. ഒന്ന് ഭൂമിയുടെ ആവാസ വ്യവസ്ഥ, 2 സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥ. സമുദ്രം മനുഷ്യന്റെ നിലനിൽപ്പിന് കൊടുക്കുന്നതായ സംഭാവനകൾ വളരെ വലുതാണ്. സമുദ്രമില്ലെങ്കിൽ ഭൂമിക്ക് തനിയെ ഒരു നിലനിൽപ്പില്ല. സൂക്ഷ്മദർശിനികളായ ജീവികൾ മുതൽ നമ്മുടെ കണ്ണിനെ അതിശയിപ്പിക്കുന്നതായ സ്രാവുകളും തിമിംഗലങ്ങളും വരെ അവരുടെ ആഴക്കടലിലുള്ള ചാലങ്ങളാണ് നമ്മുടെ ഭൂമിയിലെ അനേകം വിധമായിട്ടുള്ളതായ കാലാവസ്ഥകളെയും നാം ശ്വസിക്കുന്നതായ ആ ഓക്സിജനെയും നാം ഭക്ഷിക്കുന്നതായ ഭക്ഷണത്തിന്റെ ആ വളർച്ചയും സസ്യങ്ങളുടെ വളർച്ചയും എന്ന് വേണ്ട ഭൂമിയിലുള്ള സകല സംഗതികളെയും നിയന്ത്രിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സമുദ്രത്തിലാണ് ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത്. ഇന്ന് കോരഹപുത്രന്മാർ നമ്മോട് പറയുന്നതായ കാര്യം, ഈ ഭൂമിയിലുള്ളതായ ആവാസ വ്യവസ്ഥ മാറി അത് അതിന്റെ നിലനിൽപ്പിനെയും ദൈവത്തോടുള്ളതായ ആ കടപ്പാടിനെയും മാറ്റി അവർ ദൈവത്തോട് മത്സരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കോരഹപുത്രന്മാരെടുത്ത് കാണിച്ചു. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങിയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും ഈ പർവ്വതങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഭൂമിയാണ്. അതിനെ വഹിച്ചുകൊള്ളാം എന്ന് ദൈവത്തോട് അതൊരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതിനൊരു നിയമമുണ്ട്. ആ പർവ്വതത്തിന് മുകളിലാണ് ദൈവം മനുഷ്യരെ കാണുവാൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ഒരു മീറ്റിംഗ് പ്ലേസ്, ആഗമനം എന്ന് പറയും. ആ ആഗമനത്തെ സപ്പോർട്ട് ചെയ്യുവാൻ ഈ ഭൂമിക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ദൈവം കൊടുത്തിട്ടുണ്ട്. ആ ഭൂമി അതിന്റെ വ്യവസ്ഥ മാറിയാൽ ഈ പർവ്വതങ്ങൾ ദൈവത്തോടുള്ളതായ സമീപനം ഭൂമിയിൽ നഷ്ടപ്പെടുന്നു, അത് സമുദ്രമധ്യേ വീഴുന്നു. അതിനുശേഷം കോരഹപുത്രന്മാർ സമുദ്രത്തിലേക്ക് വരികയാണ്. ആ സമുദ്രം അതിന് പകരമായി ഭൂമിയോടുള്ള വെല്ലുവിളിയായി അതിന്റെ കോപം ഭൂമിയിലെ അതിന്റെ നിലപാട് മാറ്റത്തെ, അതിന്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ, അതിന്റെ ആ ചട്ടത്തെയും നിയമങ്ങളെയും അതിനെ സൃഷ്ടിച്ചവനോടും അതിനെ ഉറപ്പിച്ചവനോടുമുള്ളതായ വ്യവസ്ഥ പാലിക്കുവാൻ ഭൂമിക്ക് കഴിയാഞ്ഞതിന്റെ പേരിൽ അതിലെ സമുദ്രം അല്ലെങ്കിൽ പർവ്വതങ്ങൾ ഈ സമുദ്രത്തിൽ വീഴുമാറാക്കിയാൽ സമുദ്രം പെട്ടെന്ന് അതിനെ പ്രതികരിക്കുന്നു. അങ്ങനെയാണ് കോരഹപുത്രന്മാർ പറയുന്നത്, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അത് വലിയ തിരമാലകൾ കൊണ്ട് അതിനെ ഭൂമിക്ക് മറുപടി കൊടുത്തിരുന്നാലും അങ്ങനെ മറുപടി കൊടുക്കുമ്പോഴും ഇളക്കം വരുന്നത് പർവ്വതങ്ങൾക്കാണ്. ഭൂമി പിണങ്ങിയാലും സമുദ്രം പിണങ്ങിയാലും അതിൻ്റെതായ എഫക്റ്റ്, അതിന്റെ കോസസ് എല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് പർവ്വതങ്ങളാണ്. പർവ്വതം ദൈവത്തോടുള്ളതായ സമീപനം, ദൈവത്തിന്റെ സാന്നിധ്യം, മനുഷ്യൻ ദൈവത്തോട് കാണിക്കുന്നതായ പ്രാർത്ഥനാ നിർഭരമായ ഒരു ജീവിത അല്ലെങ്കിൽ ദൈവത്തോട് കാണിക്കുന്നതായ ഒരു ബന്ധം. അപ്പോൾ സമുദ്രത്തിലെയും ഭൂമിയിലെയും ചലനാത്മകമായ ഏത് മാറ്റത്തെയും
ഏത് വ്യവസ്ഥകൾ തെറ്റിച്ചുള്ളതായ പോക്കുകളാണെങ്കിലും ശരി, അതൊക്കെയും പർവ്വതങ്ങളെയാണ് ബാധിക്കുന്നത്. ഭൂമി മാറിപ്പോയാൽ പർവ്വതം വീഴും, സമുദ്രം ഇളകിയാൽ പർവ്വതം വീഴും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഭൂമിയിലെ ആവാസ വ്യവസ്ഥകൾക്ക് മുഴുവനും ഒരു വ്യത്യാസം വന്നിരുന്നാലും ശരി, ഈവൻ ഓൾ ദ എക്കോസിസ്റ്റം ഗെറ്റിംഗ് ചേഞ്ച്ഡ്, എന്നിരുന്നാലും ശരി, അതിന്റെ മധ്യത്തിൽ മനുഷ്യകുലത്തെ സഹായിക്കുവാൻ, പർവ്വതങ്ങളെ സഹായിക്കുവാൻ ഒരു വ്യക്തി വരും, അല്ലെങ്കിൽ ഒരു വ്യക്തിയുണ്ട്. അത് ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്, ദൈവം കൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു നദി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ സമുദ്രവും നദിയുമായിട്ടുള്ളതായ ബന്ധം നോക്കിയിരുന്നാൽ സമുദ്രം വളരെ വലിപ്പമുള്ളതാണ്. ഭൂമിയുടെ അല്ലെങ്കിൽ ഈ ഭൂമണ്ഡലത്തിന്റെ ഏതാണ്ട് 2/3 സമുദ്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിപ്പമേറിയ ഒരു സമുദ്രത്തിന്റെ എതിർപ്പിനെ നേരിടുവാൻ കോരഹപുത്രന്മാർ കൊണ്ടുവരുന്നത് ഒരു ചെറിയ നദിയാണ്. അവർ പറയാണ് ഒരു നദിയുണ്ട്, അതിന് മധ്യത്തിൽ ഒരു നദിയുണ്ട്. ആ നദി ദൈവത്തിന്റെ നിവാസത്തെ, ദൈവപുത്രന്മാരുടെ നിവാസത്തെ, ദൈവത്തിന്റെ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് ഈ ഭൂമി അതിന്റെ വ്യവസ്ഥകളെ മാറ്റിയിരുന്നാലും ശരി, ഈ ഭൂമിയിലുള്ളവർ ഐഹികർ അല്ലെങ്കിൽ ഈ ഭൂമിക്കുറിയതായ ജീവിതങ്ങൾ ദൈവത്തോടുള്ളതായ വ്യവസ്ഥയെ പാലിച്ചില്ലെങ്കിലും, ദൈവം സൃഷ്ടിച്ചതായ സമുദ്രങ്ങൾ ദൈവത്തോടുള്ളതായ ബന്ധത്തെ സ്ഥാപിച്ചില്ല, അല്ലെങ്കിൽ ആ വ്യവസ്ഥയെ പാലിച്ചില്ലെങ്കിലും, അവർ തമ്മിൽ ഒരു യുദ്ധമുണ്ടായിരുന്നാലും ശരി, ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന ഭക്തന്മാരുടെ കുലുക്കത്തിന് അത് ഹേതുവാക്കിയാൽ അവരെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു നദി പ്രത്യക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതാണ് കോരഹപുത്രന്മാർ പാടുന്നത്. ഈ ഭൂമി അതിന്റെ വ്യവസ്ഥ തെറ്റിക്കട്ടെ, അത് ദൈവത്തോടുള്ളതായ നിയമം അത് ലംഘിക്കട്ടെ, അതിന് ജീവിക്കുവാൻ, അല്ലെങ്കിൽ മനുഷ്യജാലങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടതായ സകല സപ്ലൈകളും അത് നിർത്തട്ടെ. ആഹാരം ഇല്ലാതായി പോകട്ടെ, ഭക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കാതിരിക്കട്ടെ, സമുദ്രം അതിന്റെ കോപത്താൽ കാലാവസ്ഥകളെ വ്യതിയാനപ്പെടുത്തിക്കൊള്ളട്ടെ, ഇഷ്ടപ്പെടാത്ത കാലാവസ്ഥകളും അനേക വൃക്ഷങ്ങൾ പൂത്തുലഞ്ഞ് ഫലങ്ങൾ തരാത്തതായ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, മഞ്ഞും ചൂടും ഭൂമിയിൽ വർദ്ധിച്ച ദാരിദ്ര്യവും ക്ഷാമവും ഉണ്ടായിരുന്നാലും ശരി, ദൈവജനത്തിന് ഭയപ്പെടേണ്ടതില്ല, അവർ ഭാരപ്പെടേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു നദി ഉണ്ട്. ഈ നദിയെ കുറിച്ചുള്ളതായ ഒരു ദർശനം ആർക്ക് ലഭിക്കുന്നോ അവർക്ക് മാത്രമേ ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ആ നദി ദൈവസന്നിധാനത്തിൽ നിന്ന് ഒഴുകുന്നതായ നദി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ നദി ചെല്ലുന്നിടത്തൊക്കെയും സകല പ്രാണികളെയും ചലിപ്പിക്കുന്നതായ, ജീവിപ്പിക്കുന്നതായ നദി, ദൈവസന്നിധിയിൽ നിന്ന് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഭക്തന്മാർക്ക് വേണ്ടി വെളിപ്പെടുന്ന നദിയെക്കുറിച്ച് കോരഹപുത്രന്മാർ പാടുകയാണ്. ഈ പ്രഭാതത്തിൽ ഒരു നദിയെ, സ്വർഗീയ അനുഭവത്തോടുകൂടി കവിഞ്ഞൊഴുകുന്നതായ ഒരു സ്വർഗീയ നദിയെ കാണുവാൻ പ്രിയപ്പെട്ട ദൈവ പൈതലെ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഈ ഭൂമിയും സമുദ്രവും നിനക്കെതിരായി അവരുടെ സപ്ലൈകളെല്ലാം നിർത്തിയിരുന്നാലും ശരി, നിനക്ക് ശ്വസിക്കുവാൻ വായുവും, നിനക്ക് ഭക്ഷിക്കുവാൻ ആഹാരവും, നിനക്ക് കിടന്നുറങ്ങുവാനുള്ളതായ ഒരു സംരക്ഷണവും അത് തരാതിരുന്നാലും ഭയപ്പെടേണ്ടതില്ല. ഒരു നദിയുണ്ട്, അത് ദൈവനഗരത്തെ, വിശുദ്ധ നിവാസത്തെ, ഭക്തന്മാരുടെ കൂടാരങ്ങളെ സംരക്ഷിക്കുന്നു. നീ അതിൽ ആശ്രയം വയ്ക്കുമെങ്കിൽ അത് നിന്നെയും ആശ്വസിപ്പിക്കും. ഗോഡ് ബ്ലെസ് യു.